ഫർദായിട്ടുള്ള നോമ്പും സുന്നത്തായിട്ടുള്ള നോമ്പും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. 10 വ്യത്യാസങ്ങൾ ഷെയ്ഖ് അബൂബഷാർ അൽ അയ്യൂബി ഹഫിദുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം, ഫർദ് നോമ്പ് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള ഒന്നാണ്. അല്ലെങ്കിൽ ഒരടിമ അവന്റെ മേൽ അവൻ തന്നെ നിർബന്ധമാക്കി. ഒന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയുടെ മേൽ എന്ത് ചെയ്ത് നിർബന്ധമാക്കി, ഏതുപോലെ റമദാൻ മാസത്തിലെ നോമ്പ് പോലെ അത് നിർബന്ധമാക്കിയാണ് അടിമകളുടെ മേൽ. ഒരു വ്യക്തി അവന്റെ മേൽ നിർബന്ധമാക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നെദർ പോലെ നേർച്ചയാക്കുക. അപ്പൊ പറയാണ് ഒരു മാസം നോമ്പെടുക്കാൻ ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയല്ലോ, പക്ഷെ അടിമ തന്നെ എന്ത് ചെയ്തു, സ്വന്തത്തിന് നിർബന്ധമാക്കി. അത് നേർച്ച ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ എന്താണ്, വാജിബാണ്. എന്നാൽ സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. അത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള നോമ്പുകളാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതല്ല. അപ്പൊ ആരെങ്കിലും തിങ്കളാഴ്ച നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അവന്റെ മേൽ കുറ്റമില്ല, വ്യാഴാഴ്ച നോമ്പെടുത്തില്ലെങ്കിൽ കുറ്റമില്ല. രണ്ടാമത്തെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പകൽ സമയത്ത് നിയ്യത്ത് വെക്കാം. ഫർദ് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിർബന്ധമായിട്ടും രാത്രി തന്നെ നിയ്യത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പകൽ സമയത്ത് നിയ്യത്ത് വെച്ചാൽ മതി. എങ്ങനെ, അത് ആ സമയത്ത് ആ പകൽ സമയം വരെ നോമ്പ് മുറിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവരുത്, വെള്ളം കുടിക്കുക, എന്തെങ്കിലും ഭക്ഷിക്കുക, അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഇത് സുന്നത്ത് നോമ്പും ഫർദ് തമ്മിലുള്ള വ്യത്യാസമാണ് നിയ്യത്തിന്റെ വിഷയത്തിൽ. ഫർദ് നോമ്പാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫജറിന് മുന്നേ തന്നെ എന്തുണ്ടായിരിക്കണം, നിയ്യത്ത് ഉണ്ടായിരിക്കണം. ഇത് ഏത് സുന്നത്ത് നോമ്പാണ്, മുത്ലഖായിട്ടുള്ള സുന്നത്ത് നോമ്പാണ്. മറ്റേത് നമ്മൾ പറഞ്ഞിരുന്നു ആശൂറ പോലുള്ള നോമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ നിയ്യത്ത് തന്നെ വേണം. മൂന്നാമത്തെ വ്യത്യാസത്തിൽ പെട്ടതാണ്, ഒരു വ്യക്തി നോമ്പ് മുറിക്കാൻ ഉദ്ദേശിച്ചു, നിയ്യത്താക്കി. അത് ഫർദ് നോമ്പാണെന്നുണ്ടെങ്കിൽ അവന്റെ നോമ്പ് മുറിഞ്ഞു. എന്നാൽ സുന്നത്ത് നോമ്പാണെന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെ നിയ്യത്താക്കിയിട്ട് അവന് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവൻ വിചാരിച്ചു ഇനി ഞാൻ കണ്ടിന്യൂ ചെയ്യാം, തുടരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന് നോമ്പ് എടുക്കാം. അപ്പൊ ഏത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമ്മൾ മുമ്പ് വായിച്ചാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, ഹൽ ഇൻദകും ഷൈ, നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? അപ്പൊ ആയിഷ റളിയല്ലാഹു പറയുന്നത്, അല്ലെങ്കിൽ ഭാര്യമാർ പറയും ല, ഒന്നുമില്ല. അവൻ ഇസ്ലാം എന്ത് പറയും, ഫൈദൻ ഇന്നി സ്വായിമുൻ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോമ്പുകാരനാണ്. ഇത് അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, ഇങ്ങനെ പറ്റും എന്നുള്ളത്. ഇത് ഖിലാഫ് ഉണ്ട്, ഫർദ് നോമ്പിനും സുന്നത്ത് നോമ്പിനും ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ അധിക പണ്ഡിതന്മാർ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിന്റെ ഒക്കെ ഫത്വ അതാണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന കിതാബിന്റെ മുഅല്ലിഫായിട്ടുള്ള ഇമാം ഷാഫി അൽ ഫത്താവ സഅദിയ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫത്വകളിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു അഭിപ്രായം. നാലാമത്തേത്, ഫർദ് നോമ്പ് എടുക്കുന്നതിൽ നിന്നും ഭാര്യനെ ഭർത്താവിന് തടയാൻ പറ്റില്ല. എന്നാൽ സുന്നത്ത് നോമ്പ് എടുക്കൽ നിന്നും ഭാര്യനെ തടയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്, ലാ തസൂമുൽ മർഅതു വബഅലുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് ഹാജരായിരിക്കെ അവന്റെ അനുവാദമില്ലാതെ നോമ്പെടുക്കരുത്. ഇത് ഉദ്ദേശിച്ചിട്ടുള്ള ഏതാണ്, സുന്നത്ത് നോമ്പാണ്. ഫർദ് നോമ്പിന് എന്തിന്റെ ആവശ്യമില്ല, ഭർത്താവിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. കാരണം അള്ളാഹുവിന്റെ ഹക്കാണ് മുഖദ്ദം. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് ഭർത്താവ് അനുവാദം കൊടുത്തു, എന്നിട്ട് നോമ്പെടുക്കാൻ തുടങ്ങി, പിന്നെ ഭർത്താവിന് അവളിലേക്ക് ആവശ്യം വന്ന്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ നോമ്പ് മുറിക്കണം ഭർത്താവിന് വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം ഭാര്യയ്ക്ക് എന്താണ് കൂടുതലുണ്ട്, ഹുക്കൂക്കുകൾ ഭർത്താവിന് വിഷയത്തിൽ കൂടുതലാണ്. വിശ്വാസം പറഞ്ഞല്ലോ, കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ അഹദുൻ ലി അഹദിൻ ലഅമർതു സൗജത അൻ തസ്ജുദ ലി സൗജിഹ. ആരോടെങ്കിലും സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൽപ്പിക്കായിരുന്നെങ്കിൽ, വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഭാര്യനോട് ഭർത്താവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ കൽപ്പിക്കായിരുന്നു. അത്ര വലിയ എന്താണ് അവകാശങ്ങൾ കിട്ടാനുണ്ട്, അങ്ങോട്ടേക്കുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അബീദ്, അതായത് അടിമ. അടിമക്ക് സയ്യിദിന്റെ യജമാനന്റെ അനുവാദം ഇല്ലാതെ നോമ്പെടുക്കാൻ പാടില്ല, ഏത് സുന്നത്ത് നോമ്പ്. അഞ്ചാമത്തേത്, ഒരുവൻ ഫർദ് നോമ്പ് എടുത്തു തുടങ്ങി, അവൻ നോമ്പുകാരനായിരിക്കെ ഒരു ഉദ്റും ഇല്ലാതെ അവൻ ആ നോമ്പ് മുറിക്കാൻ പാടില്ല. ഇപ്പൊ റമദാൻ മാസത്തിൽ ഒരാൾ നോമ്പെടുക്കാണ്, ബോഹറായ സമയത്ത് ഒന്നുമില്ല, വെറുതെ വിചാരിക്കുകയാണ് ഞാൻ നോമ്പ് മുറിക്കാൻ പോകണം, ഒരു കാരണമില്ല, ഹറാമാണ്, പാടില്ല. എന്നാൽ സുന്നത്ത് നോമ്പാണെന്നുണ്ടെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല, അവന് നോമ്പ് മുറിക്കാം. അതായത് ഫർദ് നോമ്പാണെന്നുണ്ടെങ്കിൽ ഒരു ഉദ്റും ഇല്ലാതെ മുറിക്കാൻ പാടില്ല, സുന്നത്ത് നോമ്പാണെന്നുണ്ടെങ്കിൽ മുറിക്കാം. അതിന് ചില പണ്ഡിതന്മാർ വരാണ്, സുന്നത്ത് നോമ്പിന്റെ റബ്ബ് അവൻ തന്നെയാണ്. ഒരു ഉദാഹരണത്തിന് ഒരാൾ നോമ്പുകാരനായിരിക്കും, ഒരാൾ വലിമക്ക് ക്ഷണിച്ചു, സുന്നത്ത് നോമ്പാണെന്നുണ്ടെങ്കിൽ അവന് മുറിക്കാം. ഏതാണ് ഉത്തമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിലേക്ക് മടങ്ങും. അവന് പോളും നോമ്പൊക്കെ എടുക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഈ ക്ഷണിച്ച ആൾ അവന് വേണ്ടിയിട്ട് ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട്, ഇക്റാം ചെയ്യാൻ വേണ്ടി, സൽക്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവനെങ്ങാനും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് ഒരു ഒന്ന് മനസ്സ് തട്ടാനൊക്കെ സാധ്യതയുണ്ട്, വിഷമിക്കാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അവന്റെ മനസ്സ് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, മുസ്ലിമിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അവന് നോമ്പ് മുറിച്ചിട്ട് അവന്റെ കൂടെ എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കാം. ഇനി എപ്പോഴെങ്കിലൊക്കെ നോമ്പെടുക്കുന്ന ആളാണ്, അവന് നോമ്പ് അവൻ ക്ഷണിച്ചിട്ട് പോയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവന് നോമ്പ് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അഞ്ചാമത്തെ എന്താണ്, വാജിബായിട്ടുള്ള നോമ്പ് എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഉദ്റും ഇല്ലാതെ അത് മുറിക്കാൻ പാടില്ല. എന്നാൽ സുന്നത്ത് നോമ്പിന് അങ്ങനെയില്ല. ആറാമത്തത്, ബറക്കല്ലാഹു ഫീക്കും, വാജിബായിട്ടുള്ള നോമ്പുകളുടെ എണ്ണം അത് തിട്ടപ്പെടുത്തിയതാണ്. നമുക്കറിയാം എത്ര എണ്ണമാണ് വാജിബായിട്ടുള്ള നോമ്പ്, വർഷത്തിൽ ഇത്ര ഉണ്ടാവും ഫർദ് നോമ്പുകൾ. എന്നാൽ സുന്നത്ത് നോമ്പിന് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള അദദില്ല, എണ്ണമില്ല. അടുത്ത ഏഴാമത്തെ വ്യത്യാസം, വാജിബായിട്ടുള്ള നോമ്പ് അത് അതിന്റെ സമയം മുഅയ്യനാണ്, അതായത് വ്യക്തമാക്കപ്പെട്ടതാണ്. ഇപ്പോൾ റമദാൻ മാസത്തിലെ നോമ്പാണ്, നമുക്കറിയാം റമദാൻ മാസത്തിലാണ് അത് നിർബന്ധമായിട്ടുള്ളത്. എന്നാൽ സുന്നത്തായിട്ടുള്ള നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകം സമയമാക്കപ്പെട്ടതുണ്ട്, അല്ലാത്തതുണ്ട്. പ്രത്യേകമായിട്ടുള്ള സമയമാക്കപ്പെട്ടതെന്ന് പറഞ്ഞപ്പോൾ ആശൂറ നോമ്പ്, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ അറഫ നോമ്പ്, അതൊക്കെ പ്രത്യേക സമയമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ദിവസം നോമ്പെടുത്ത്, ഓരോ ദിവസം മുറിച്ച്, ഓരോ ദിവസം നോമ്പെടുത്ത്, അതിന് പ്രത്യേകം സമയമുണ്ടോ? ഇല്ല, പല സമയത്തായിട്ട് എന്ത് ചെയ്യാം, നോമ്പെടുക്കാം. അതായത് വാജിബായിട്ടുള്ള നോമ്പ് വക്ത് മുഅയ്യനാണ്, അത് നിർണയിക്കപ്പെട്ടിട്ടുള്ള സമയമാണ് അതിനുള്ളത്. എന്നാൽ സുന്നത്ത് നോമ്പിന് നിർണയിക്കപ്പെട്ടതുണ്ട്, അല്ലാത്തതുണ്ട്. എട്ടാമത്തത്, ഷെയ്ഖ് ഹുസൈമി റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുള്ള ഒരു വ്യത്യാസം, വാജിബായിട്ടുള്ള നോമ്പിൽ നിന്നും ഗൈർ മുഅയ്യനായിട്ടുള്ള, അതായത് പ്രത്യേകമാക്കാത്ത സുന്നത്ത് നോമ്പിലേക്ക് ഒരാൾക്ക് ഇന്തിഖാൽ ചെയ്യാൻ പറ്റും, അതായത് അതിലേക്ക് മാറാൻ പറ്റും എന്തെങ്കിലും കാരണത്താൽ. ഒരാൾ വാജിബായിട്ടുള്ള ഒരു നോമ്പെടുക്കാണ്, അവൻ അത് ഇടയിൽ വെച്ചിട്ട് അവൻ എന്ത് ചെയ്യാം, പൊതുവായിട്ടുള്ള സുന്നത്ത് നോമ്പിലേക്ക് നിയത്താക്കാൻ പറ്റും. ഏതുപോലെ നിസ്കാരത്തിലുള്ള പോലെ. ഇപ്പൊ നിസ്കാരത്തിൽ ഒരാൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഫർദ് നിസ്കരിക്കായിരിക്കും, ഒരാൾക്ക് ജമാഅത്ത് മിസ്സായി, അപ്പൊ അവൻ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ. പിന്നെ അവൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ എന്താണ്, ഒരു ടീം നിസ്കരിക്കുന്നുണ്ട് ജമാഅത്ത്. അപ്പൊ അവൻ എന്ത് ചെയ്യാം, ഫർദ് നിസ്കാരം സുന്നത്ത് നിസ്കാരത്തിലേക്ക്, മുത്ലഖായിട്ടുള്ള സുന്നത്ത് നിസ്കാരത്തിലേക്ക് നിയത്ത് മാറ്റാം. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യാം,
അവന് ആ ജമാഅത്തിന്റെ കൂടെ പ്രവേശിക്കാം. കാരണം എന്താ, ജമാഅത്തിന് കൂടുതൽ അജർ കിട്ടും. അപ്പൊ അതുപോലെ എന്തെങ്കിലും കാരണത്താൽ വാജിബായിട്ടുള്ള നോമ്പ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, അവന് പൊതുവായിട്ടുള്ള സുന്നത്ത് നോമ്പിന്റെ നിയത്തിലേക്ക് മാറ്റാൻ പറ്റും. 9ാമത്തേത് സുന്നത്ത് നോമ്പുകൾ ഫർദ് നോമ്പിൽ സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ നികത്തുന്നതാണ്. നേരെ തിരിച്ചല്ല, ഫർദ് നോമ്പിൽ സുന്നത്ത് നോമ്പിലുള്ള പോരായ്മകൾ ഫർദ് നികത്തും, അങ്ങനെയല്ല. സുന്നത്ത് നോമ്പ് നമ്മൾ പറഞ്ഞു അള്ളാന്റെ ഹിക്മത്തിൽ പെട്ടതാണ്, അത് ജാബിറാണ്. അതായത് അതിലുള്ള പോരായ്മകൾ നികത്തും. ഫർദിൽ സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ സുന്നത്ത് കൊണ്ട് എന്ത് ചെയ്യും, നികത്തപ്പെടും അല്ലെ. എന്നാൽ സുന്നത്ത് നോമ്പിലുള്ള പോരായ്മകൾ ഫർദ് കൊണ്ട് നികത്തപ്പെടും, അങ്ങനെയല്ല. പിന്നെ അവസാനത്തേത് 10ാമത്തെ വ്യത്യാസം, കഫാറത്ത് നിർബന്ധമായിട്ടുള്ളത് ജിമാ ചെയ്ത് കഴിഞ്ഞാൽ കഫാറത്തുള്ളത് വെറും റമദാനിൽ മാത്രമാണ്, ഫർദ് നോമ്പിൽ മാത്രമാണ്. അതും റമദാൻ മാസത്തിൽ മാത്രമാണ്, അതായിട്ട് കഥ ആയിട്ടല്ല. ആ റമദാൻ മാസത്തിൽ തന്നെ നോമ്പെടുത്താൽ മാത്രമാണ് ഈ ഒരു കഫാറത്തുള്ളത്, ജിമാ ചെയ്താലുള്ള കഫാറത്തുള്ളത്. അത് സുന്നത്ത് നോമ്പിൽ അങ്ങനെയല്ല.